എന്ത് രസോടാ സ്കൈ കാണാൻ നോക്കിയേ. സത്യം എനിക്കിത് കാണുമ്പോഴേ തരിപ്പ് വരുവാടാ. എടുത്തിട്ട് ഇൻസ്റ്റയില് ഇതും പറഞ്ഞ പെണ്ണുങ്ങളുടെ കൂട്ടുവാവനല്ലേ. സത്യം എന്നെ പോലെ റിയൽ ആയിട്ട് ഈ ആകാശത്തിനൊക്കെ സ്നേഹിക്കണം. യൂണിവേഴ്സ് ഈസ് വെരി ബിഗ് അല്ലേ? പിന്നെ ഇന്ന് രാത്രി ഒരു സാധനം പോവും. എന്തോന്ന്? ഒരു വാണം എന്തോ ഒരു വലിയ സാധനം ഇന്ന് രാത്രി പോണുണ്ട്. അത് എത്ര 400 വർഷങ്ങൾക്ക് ശേഷം പോണേ. നീ വരുമോ? ഇതുവരെ ഇത് എവിടെ പോയി ഒളിച്ചിരുന്നറാ? ഇത് ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന സ്ഥലമുണ്ടോ? നമ്മൾ കാണുന്നൊന്നുമില്ല. നമ്മൾ വിചാരം എന്താണ്, ഈ സൂര്യന് ചുറ്റും ഇങ്ങനെ സോളാർ സിസ്റ്റം അവർ ഇങ്ങനെ കറങ്ങുന്നല്ലേ. ഇങ്ങനെയല്ല, ഞാൻ റീല് കണ്ടതാ. അങ്ങനെ പോണം. അങ്ങനെയാണല്ലേ? നമ്മൾ സഞ്ചരിച്ചോണ്ടിരിക്കുക. നമ്മൾ ഇതെല്ലാം അറിയുന്നില്ല. ഇതിന്റെ മണ്ടയിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്ന. പെണ്ണിന് വേണ്ടി അടിവിടുന്നു, സ്വത്തിന് വേണ്ടി അടിവിടുന്നു ഇവിടെ. പക്ഷെ ലോകത്തിനെ പറ്റി തിരിച്ചറിഞ്ഞ എല്ലാം തീരാവുന്നേ ഉള്ളൂ. എല്ലാം ഇതൊന്നും അറിയാതെ നമ്മൾ. ഇതൊരു പാറയാണല്ലേ? ഒന്ന് ആലോചിക്കാണ്. ഈ ഭൂമി ഒരു പാറയാണ്. നീ എന്തൊക്കെയാ ഈ പറയുന്നേ? പാറയോ? തേങ്ങ. ഇവിടെ നീ മാറിപ്പോണേ. ഇങ്ങനത്തെ സംസാരിക്കലും. പാറയൊന്നും അല്ല ഇത്, വേറെ ഒരു ബിഗ് ഇതാ. ഇത് മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ പാറയെന്നൊക്കെ പറയുന്നു. ഒരുമാതിരിയില്ല വിവരമില്ലാത്ത ആൾക്കാരെ കണക്ക്. ഇവിടെ എന്ത് രസോടാ ഇതിങ്ങനെ. ഇവിടെ മനുഷ്യൻ എനിക്കാണ് അത് പ്ലെയിനാ. സുധീഷേ, നീ ഇതൊന്നും കാണുന്നില്ലേ? അളിയ ഇത് ഈ പയ്യന്മാരിങ്ങനെ തന്നെളിയാ. കഴിഞ്ഞ ലീവിന് വന്നപ്പോ ഇവിടെ ഒരു പ്രശ്നമില്ലായിരുന്നു. എടാ ഞാൻ ഒരു കാര്യം പറയട്ടാ, ഇവന്മാര് എപ്പോഴും ആകാശം നോക്കി ഇരിക്കുവാന്. അങ്ങനെ ആകാശത്ത് നോക്കി പ്ലെയിൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഇവന്മാര് ജീവിതം തൊലഞ്ഞു പോയാ. എടാ ഇവന്മാര് ഈ മിച്ചറൊക്കെ കഴിക്കൂടാ ചുറ്റിനിരുന്ന്. അപ്പൊ ഞാൻ അതിന് പോയി ഇത്തിരി മിച്ചർ കൈട്ട് വാരിയാൽ ആരും അറിയൂല. എങ്ങനെ ഇവന്മാര് ആകാശത്ത് നോക്കി ഇരിക്കുകയല്ലേ. ഇവര് വെറും അങ്ങ് റോങ് പയ്യന്മാര്. എന്തോ ഭീകരത മണക്കുന്നുണ്ട്. സത്യം. ഇവന്മാര് ഖത്തർ എയർവേസ് ആയിട്ട് എന്തെങ്കിലും പാർട്ണർഷിപ്പ് ഉണ്ടോ? ഇങ്ങനെ ഖത്തറിന്റെ കാര്യം പറയല്ലേ, എങ്ങനെയെങ്കിലും ലീവിന് ഒന്ന് രാത്രിത്തെ കാര്യമോ? അത് രാത്രിത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ രാത്രി ഒരു 2:30 ആയി കാണും. ഞാൻ ഇതുവഴി ഇങ്ങനെ പോകുന്നു. 2 പയ്യന്മാർ ഇവിടെ ഇരിക്കുന്നു. ചോദിക്കണമല്ലോ, നമ്മളെ നാട്ടിൽ നടക്കണം, നമുക്കറിയണമല്ലോ. ചോദിച്ചപ്പോ പറയാ കോമറ്റ് വരുമെന്ന്. എന്റെ പൊന്നോ, മനസ്സിലായില്ലേ? അതായത് കോമറ്റ്, അതായത് മറ്റേതൊക്കെ വിട്ടുമാര്. കഞ്ചാവല്ല, കള്ളുമല്ല, MBD അല്ല, മൂക്കിപ്പൊടി വല്ലോ ആണോ? അതുമല്ല, MBD പോലും അല്ല. എന്റെ കോമറ്റ്. മാർക്കോ എപ്പോ ഉറങ്ങാൻ കേട്ടപ്പോഴെനിക്ക് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ വാക്ക് കേൾക്കുന്നത്. എക്സ്പ്രഷൻ ഇട്ട് നിന്നറിയാവുന്ന കണക്ക്. പിന്നെ ഇതൊക്കെ അടിച്ചാ ഇങ്ങനെ ഉറങ്ങും മനുഷ്യൻ. ഇതൊക്കെ ഉമ്മാര് മാനത്ത് നോക്കിയിരിക്കും. തിമകളാണ് നമ്മളെ നാട്ടിൽ. ഇതൊക്കെ എങ്ങനെയാടാ? ചായക്കടയിൽ ഞാൻ കഴിഞ്ഞിട്ടോ ഇതൊക്കെ ഒരു 5 വിസ സെറ്റ് ചെയ്ത് ഉമ്മാരെ കയറ്റിക്കൊണ്ടു പോകാൻ പറ്റുമോ? അതെങ്ങനെയാടാ? വേണ്ട അല്ലെ അമ്മമാരെ അവിടെ ജോലി ചെയ്യാതെ അവിടെ ഇനി കോമറ്റ് അവിടെ ഇനി അടുത്ത് ഇറങ്ങിക്കളയമാര്. നീ ഈ കാര്യം ഞാൻ ചായക്കടയിൽ പറഞ്ഞിട്ടുണ്ട് വരുന്ന വഴിക്ക്. പിന്നെ ജംഗ്ഷനിൽ 3 എല്ലായിടത്തും പറയാം. പിന്നെ അവർ അച്ഛന്റെ അമ്മയുടെ നമ്പർ, പേരൻസിന്റെ നമ്പർ എനിക്ക് കിട്ടണം. കാര്യം നമ്മള് ചുമ്മാ ഇവിടെ നടക്കുകയാണെന്ന് അറിയാലോ. നമ്മുടെ ഉള്ളിൽ ഒരു അധ്യാപകം ഒളിഞ്ഞു കിടപ്പുണ്ട് കേട്ടോ. എടുത്തങ്ങ് പുറത്തിട്. ഓക്കെ അളിയാ, ശരി.